അതെന്തായാലും ഞാൻ ഈ ഒരു മുഖത്തിന്റെ ഒരു സൈഡ് മാത്രമേ തേച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അഴുക്ക് പറ്റുന്നത് നമ്മുടെ മുഖത്താണ്. കാരണം നമ്മൾ വണ്ടി സഞ്ചരിക്കുമ്പോഴും റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഈ മുഖത്ത് ഈ വണ്ടിയുടെ പൊടിപടലങ്ങളാണെങ്കിലും അതല്ല നമ്മുടെ ഭൂമിയിലുള്ള പൊടിപടലങ്ങൾ എല്ലാം നമ്മുടെ ഫേസിലേക്ക് വന്നടിച്ച് നമുക്ക് നിറയെ നമ്മുടെ മുഖത്ത് മൊത്തം അഴുക്കായിരിക്കും. അത് നല്ല രീതിയിൽ ഒരു തുണി വെച്ച് തുടച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള അഴുക്കുകൾ ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ ടാന് അല്ലെങ്കിൽ നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന അഴുക്ക് മുഴുവൻ വൃത്തിയാക്കുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ഒരു കൂട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട്. ആ അടുക്കളയിൽ കൂട്ട് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു റെമഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുന്നത് അത് ചെയ്യുന്ന ഒരു ഫേഷ്യൽ ഒരു പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു പാക്കിലേക്ക് നമുക്ക് നേരെ പോവാം. അന്നേരം ഞാൻ പറഞ്ഞ അടുക്കളയിലെ ഐറ്റങ്ങൾ ഇതൊക്കെയാണ്. ഇത് കുറച്ച് മഞ്ഞപ്പൊടിയാണ്, പിന്നെ ഇരിക്കുന്നത് ഉലുവാപ്പൊടി. ഇനി ഉലുവയാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മൾ അരച്ചെടുത്താലും മതിയാകും. പിന്നെ ഈ ഇരിക്കുന്നത് കുറച്ച് കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട തൈര് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റിയേക്കാം. ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഒരു വട്ടം തേക്കാനുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവനെ ഇങ്ങനെ പോരാ, ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് എടുക്കണം. അതായത് മഞ്ഞപ്പൊടി ഉലുവപ്പൊടി മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂപ്പിച്ചിട്ട് വരാം. ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ ആ ഉലുവപ്പൊടിയും മഞ്ഞപ്പൊടിയും നമ്മുടെ ഒരു പാത്രത്തിലേക്ക് വെച്ച് നല്ല രീതിയിൽ ഒന്ന് കരിച്ചെടുക്കണം. അതുകൊണ്ട് ഈ ഒരു പരുവം വേണം, വാട്ടിയെടുത്താൽ പോരാ, നല്ലപോലെ കരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. അന്നേരം നമ്മുടെ ഒരു മഞ്ഞപ്പൊടി ഉലുവപ്പൊടി നല്ല കാപ്പിപ്പൊടി കളറിലേക്ക് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തൈര് ആദ്യം വളരെ കുറച്ച് മാത്രം തൈര് എടുക്കുക. കാരണം നമ്മുടെ ഈ ഒരു വറുത്തുകൊണ്ടുവന്ന സാധനം ഒന്നിനകത്ത് മിക്സ് ആവണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മാത്രം തൈര് എടുത്ത് നമ്മളിപ്പം ഇത് ചെയ്തിരിക്കുന്ന മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് മാറ്റിയേക്കാം. നമ്മൾ ആ ഒരു തൈരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ തൈരിൽ വെച്ച് തന്നെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുകൊണ്ടാണ് ഞാൻ തൈര് കുറച്ചൊഴിക്കാൻ പറഞ്ഞത്. ചിലപ്പോൾ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു ഉലുവാപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചിലപ്പോൾ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പം തന്നെ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഒരു ശകലം കൂടെ ഒഴിച്ചേക്കാം. കട്ട തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ലൂസല്ല, നല്ല കട്ട തൈര് തന്നെ എടുക്കുക. അതായത് നമ്മൾ അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് യാതൊരു വിധമായ ദോഷം, നമ്മുടെ ഒരു സ്കിന്നിന് ദോഷമായിട്ട് സംഭവിക്കുന്ന യാതൊരു വിധമായ സാധനങ്ങളത്തില്ല. നമ്മൾ കണ്ടല്ലോ, നമ്മുടെ അടുക്കളയിലുള്ള സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന എല്ലാവരും അവരുടെ കയ്യിലാണ് ഈ സാധനം തേച്ച് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ മുഖത്ത് തന്നെ തേച്ച് കാണിക്കും. കാരണം അത്രമാത്രം ഉറപ്പുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡയറക്റ്റ് നമ്മുടെ മുഖത്തേക്ക് തന്നെ തേക്കുകയാണ്. വീണ്ടും നമ്മൾ അതേ കണ്ണാടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചെയ്യുന്നു പറഞ്ഞാൽ മറ്റൊന്നുമില്ല, കുറേശ്ശെ കയ്യിലെടുക്കുന്നു നമ്മുടെ മുഖത്ത്. ഇതിപ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഒരു ഡെയിലി തേക്കണം ഞാൻ പറയുന്നില്ല, ഒരാഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ തേച്ചാൽ മതിയാകും. തേക്കുന്ന ദിവസങ്ങളിൽ മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ചേക്കാൻ ശ്രമിക്കണം. അതിനുശേഷം മാത്രമേ നല്ല തണുത്ത വെള്ളത്തിലെല്ലാം കഴുകി കളയാൻ പാടുള്ളൂ. അതെന്തായാലും ഞാൻ ഈ ഒരു മുഖത്തിന്റെ ഒരു സൈഡ് മാത്രമേ തേച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലൊക്കെ തേക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ഒരു സൈഡ് കൃത്യമായിട്ട് ഞാൻ വല സൈഡ് മൊത്തം നല്ല കൃത്യമായിട്ട് തേച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് 20 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു ഫലം കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. തേച്ചപ്പം തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യണം കേട്ടോ. അത് റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പൊടിച്ച് ചേർത്തിരിക്കുന്നത്. നല്ലത് തന്നെ റബ്ബ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ റബ്ബ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ നമുക്കിനി മുഖം ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി മുഖം കഴുകാൻ പോകണം കേട്ടോ. നമുക്ക് ഈ ഒരു മഞ്ഞപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ മുഖത്ത് മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ നീറ്റിലുണ്ടാവും. ഒരിക്കലും കണ്ണിനുള്ളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. പക്ഷേ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നീറ്റിലുണ്ടാവുന്നേ ഉള്ളൂ. നമ്മളിതിനകത്ത് യാതൊരു വിധമായ നെഗറ്റീവ് ഫലം വരുന്ന സാധനങ്ങൾ നമ്മുടെ ഈ ഒരു പാക്കിനകത്തില്ല. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് ഒന്ന് കഴുകിയേക്കാം. ചിലപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ കൃത്യമായിട്ടൊരു 20 മിനിറ്റ് വെച്ചാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പം പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു വ്യത്യാസം, അതായത് ഇങ്ങോട്ടുള്ള വ്യത്യാസവും അതുപോലെ വലത്തേക്കുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതിനോട്ട് കൃത്യമായിട്ട് 20 മിനിറ്റ് തന്നെ വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പം ഒരു ആഴ്ച ഞാൻ പറഞ്ഞതിനോട്ട് മിനിമം ഒരു 3 വട്ടങ്ങൾ ചെയ്താൽ മതിയാകും. 20 മിനിറ്റ് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു 1-2 കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലിപ്പം പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.